ചാനൽ. ഞാൻ കാണിക്കുന്ന ഒരു ഹ്യൂജ് നൈക്ക ഹോൾ വീഡിയോ ആണ്. എൻ്റെ ഈ ചാനലിൽ തന്നെ ഇത്രയും വലിയൊരു നൈക്ക ഹോൾ വീഡിയോ ഇപ്പോഴായിരിക്കും. അപ്പോൾ ഒരു 5 ബോക്സ് ഉണ്ട്. അപ്പോൾ ഈ 5 ബോക്സ് നമുക്ക് പതിയെ തുറന്നു നോക്കാം. ഇത് ഒന്നിച്ച് വാങ്ങിച്ചല്ല, പലപ്പോഴായിട്ട് വാങ്ങിച്ചല്ല. നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിലോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ 2-3 മാസമായിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുറന്നു നോക്കാം. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് പ്രോഡക്റ്റ് വന്നത് കറക്റ്റ് ആണോ എന്നൊക്കെ. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇപ്പം നോക്കാം. ഫസ്റ്റ് ബോക്സ് വരുന്നത് ഒരു നെയിൽ പോളിഷ് ആണ്. റെനയുടെ ഹൈപ്പർ ജെൽ നെയിൽ പെയിന്റ് ആണ്. ഇതിന്റെ പ്രൈസ് MRP കൊടുത്തിരിക്കുന്നത് 149 രൂപയാണ്. ഇതിന്റെ ഷെയ്ഡ് ഓർക്കിഡ് പിങ്ക്. ജെൽ പെയിന്റ് കുറച്ചുകൂടെ നമ്മുടെ നെയിൽ ലാസ്റ്റിംഗ് എന്നുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ട്രൈ ചെയ്ത് നോക്കില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കും. എനിക്ക് കിട്ടിയ പ്രൈസ് 126 ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് റെനയുടെ ഈ ലിപ്സ്റ്റിക് ആണ്. സോറി, റെനയുടെ അല്ല, മൈഗ്ലാമിന്റെ ലിപ്സ്റ്റിക് ആണ്. ഇത് 12 അൾട്ടിമേറ്റ് ലോങ് സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക് 12 hours വരെ ലാസ്റ്റ് ചെയ്യും. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, കിസ് പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് MRP 549 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 384 രൂപയാണ്. അപ്പോൾ ഇതിന്റെ ഷെയ്ഡ് നെയിം കാണിക്കുന്നില്ലല്ലോ, തുറന്നു നോക്കിയിട്ടുണ്ടാവും. ഇതൊരു പീച്ച് ഷെയ്ഡാണ്. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഷെയ്ഡ്, ഉണ്ടോ? ഒരു പീച്ചിഷ് ബ്രൗൺ കൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ്. നല്ല പിഗ്മെന്റഡ് ആണ്, നല്ല ക്രീമി ആണ്. ഇതിന്റെ ഷെയ്ഡ് നെയിം ട്രോഫി ആണ്. 09. 12 hours വരെ ലാസ്റ്റ് ചെയ്യത്തില്ല, ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ചെറുതായിട്ട്. പക്ഷെ എപ്പോഴും ഒന്ന് സെറ്റാവും. സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഫുഡ് കഴിക്കുമ്പോഴും ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കും. ജസ്റ്റ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും എല്ലാം, മീൻസ് അത് ഓയിലി ഫുഡ് തന്നെ ആവണമെന്നില്ല. വെറും നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ പോലും അത് ട്രാൻസ്ഫർ ആയി ഒരു 3-4 ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ ഏകദേശം കഥ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് 12 hours ലാസ്റ്റ് ചെയ്യത്തില്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല, കിസ് പ്രൂഫ് അല്ല, ട്രാൻസ്ഫർ പ്രൂഫും അല്ല. റീഅപ്ലൈ ചെയ്യാം എന്നുണ്ടെങ്കിൽ സമയം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും സമയം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. PSAFന്റെ ഡിസ്പോസിബിൾ അണ്ടർആം സ്വെറ്റ് പാഡ്സ്. 14 സ്വെറ്റ് പാഡ്സ് ഉണ്ട്. അതിന്റെ പ്രൈസ് 199 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 165 ആണ്. ഇതിൻ്റെ അകത്ത് എത്ര പാഡുണ്ട്? 14 പാഡുണ്ട്. നമുക്ക് ഒത്തിരി സ്വെറ്റ് ആകുമ്പോഴത്തേക്ക് ചില ഡ്രസ്സിൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് ഇങ്ങനെ നിൽക്കത്തില്ലേ, അപ്പോൾ അങ്ങനെയുള്ളപ്പോഴും നമുക്ക് ഒക്കേഷനിലേക്ക് അങ്ങനെ എല്ലാ ഡ്രസ്സും നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യണം. നമ്മൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഫംഗ്ഷനോ കാര്യങ്ങളോ ഉള്ളപ്പോൾ യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നമുക്ക് കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ പാതിരാത്രി ഓപ്പൺ ചെയ്തൊന്നും കാണിക്കുന്നില്ല, എനിക്കിപ്പോൾ രാത്രി ഇവിടെ പോകാനില്ല. അടുത്ത ബോക്സിലോട്ട് പോകാം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ലവ് എർത്തിന്റെ ലിക്വിഡ് മോസ് 20 ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ പ്രൈസ് 1999 ആണ്, അതായത് 2000 1 രൂപ കുറവ്. ഇതിൻ്റെ അകത്ത് ബ്ലഡി മേരി, യൂണിക്കോൺ കിസസ്, ഹോളിഡേ കോഫി, കോസ്മോപൊളിറ്റൻ, ഹങ്കി പങ്കി, അപ്ലറ്റിനി, റാസ്ബെറി മാർട്ടിനി, സ്പാനിഷ് കോഫി, സീ ബ്രീസ്, അങ്ങനെ എത്ര ഷെയ്ഡ് ഉണ്ട്? അപ്പോൾ 1 2 3 4 5 6 7 8 9 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. കണ്ടോ, ഇങ്ങനെ ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് സെപ്പറേറ്റ് സ്വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഇപ്പോൾ ഇത് ഫുൾ ഇരുന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ലോങ് ആയി പോകും. അപ്പോൾ എനിക്കിത് കിട്ടിയ പ്രൈസ് വെറും 699 ആണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഞാൻ ട്രൈ ചെയ്തിട്ട് പെട്ടെന്ന് പറയുന്നതായിരിക്കും, കാരണം ഇത് പല ഷെയ്ഡ്സ് ഉണ്ട്. ഇത് നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് 2000 കൊടുക്കണല്ലോ, ഒരു 700 ആ റേഞ്ചാണ് വരുന്നത്. അപ്പോൾ 700 ആ റേഞ്ചിൽ നമുക്ക് 9 ലിപ്സ്റ്റിക് കിട്ടുമ്പോഴത്തേക്കും പല ഷെയ്ഡ്സ് കിട്ടുന്നത്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ ട്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് ഈ പ്രോഡക്റ്റ് ആണ്. പ്ലമ്മിന്റെ ബോഡി ലവിംഗ് പെർഫ്യൂം ഡിസ്കവറി സെറ്റ്. ഇതിൽ സ്മോക്കിംഗ് വനില ഉണ്ട്, ഹവാൻ റൊമ്പ ഉണ്ട്, വനില വൈറ്റ്സ് ഉണ്ട്, ഓർക്കിഡ് യു നോട്ട് ഉണ്ട്, എവരിത്തിങ് പ്ലം ഉണ്ട്. അപ്പോൾ ഈ സെറ്റിന്റെ പ്രൈസ് MRP 449 ആണ്. എനിക്ക് 337 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പാക്കേജിംഗ് ഒക്കെ നല്ല രസമുണ്ട്. 5 പെർഫ്യൂംസ് ഉണ്ട്, എല്ലാം മിനി വേർഷനാണ്. അപ്പോൾ ഓരോന്നും ഓരോ സ്മെല്ലാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ വേറെ വലുത് വാങ്ങിക്കാം. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം.
എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും സ്മെൽ അറിയാൻ ഒരു ഇഷ്ടം തോന്നത്തില്ല. യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇറിറ്റേഷൻ തോന്നുന്നില്ല എന്നുള്ള സ്മെല്ലാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ഒത്തിരി സ്ട്രോങ് സ്മെൽ പറ്റത്തില്ല. എൻ്റെ ഫേവറേറ്റ്സ് വരുന്ന എപ്പോഴും സ്ട്രോങ് സ്മെൽ അല്ലായിരിക്കണം, പക്ഷേ ലാസ്റ്റ് ചെയ്യണം. അതാണ് എൻ്റെ കാറ്റഗറി. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് പിന്നെ റിവ്യൂ പറയുന്നതാണ്. ഇതിൽ ഏതോ ഞാൻ ട്രൈ ചെയ്തിട്ട് ഓൾറെഡി റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു മിനി ഫോമേ പറഞ്ഞിട്ടുണ്ട്, ഹവാൻ റബ്ബയാന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ മുൻപ്. എനിക്കിപ്പോൾ ഓർമ്മ എത്ര നേരം ലാസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് പിന്നെ നോക്കാം. നെക്സ്റ്റ് ചോറ്റുപാത്രമല്ല, സ്വിസ് ബ്യൂട്ടിൻ്റെ ഇത് ബോൾഡ് മാറ്റ് ലിപ് ലൈനർ സെറ്റാണ്. ഞാനൊരു സെറ്റ് ഫുൾ വാങ്ങിച്ചു, കാരണം എനിക്ക് അങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നത്. എന്നാൽ പോലും എനിക്ക് ഇത് ഫുൾ ചിലവായി തീരത്തില്ല. അതുകൊണ്ടൊരു റെഗുലർ യൂസിന് എന്ന് പറഞ്ഞ പോലെ നിങ്ങളിത് ഫുള്ള് വാങ്ങിക്കണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഷെയ്ഡോ 2-3 ഷെയ്ഡോ വാങ്ങിച്ചാൽ മതി. നോർമൽ ആൾക്കാരാണെങ്കിൽ, അത് യൂട്യൂബ് ചാനലും ഈ കോണ്ടന്റ് ക്രിയേഷൻ, നിങ്ങൾ എന്നും റീൽസ് ഇടുന്ന, അങ്ങനെ നിങ്ങൾക്ക് എന്നും മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം. മീൻസ് എന്നാൽ പോലും മിച്ചം വരും. ഇതിന് MRP 899 എനിക്ക് കിട്ടിയ പ്രൈസ് 629. കണ്ടോ, ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട്. എത്ര? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ആ സ്കെച്ച് പെൻ പോലെ 12 ഡ്യൂറബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. ഞാൻ മാർസിൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എല്ലാം പറ്റത്തില്ല. മീൻസ് ചിലത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പിങ്കാണ്, ചിലത് ലൈറ്റ് ഓറഞ്ച് ആയിരുന്നു, പിന്നെ നല്ല ഡീപ്പ് പർപ്പിളാണ്. അത് നമ്മൾ റെഗുലറായിട്ട് ലിപ്പിൽ യൂസ് ചെയ്യത്തില്ല. എന്തായാലും യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഇതിൽ കിട്ടിയ എല്ലാ ഷെയ്ഡും എനിക്ക് വെയറബിൾ ആയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്വച്ച് നമുക്ക് പിന്നെ സെപ്പറേറ്റ് ഷോർട്സിൽ ചെയ്യാം. നെക്സ്റ്റ് പ്ലം മാറ്റ് ഇൻ ഹെവൻ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് കൊക്ക മോക്ക 130. ഇതിൻ്റെ പ്രൈസ് 499 ആണ്. എനിക്ക് 399 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ കഴുത്തൊരു കംഫർട്ടബിൾ ഇങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത് ഒരു ബ്രൗണിഷ് ന്യൂഡ് ഷെയ്ഡാണ്. ഇത് എല്ലാ സ്കിൻ ടോണിനും ചേരും. ആദ്യം കാണിച്ചത് ഒരു ലൈറ്റ് ടു മീഡിയം വരെ ചേരത്തുള്ളൂ, അല്ലെങ്കിൽ വാഷ് ഔട്ട് ആയിപ്പോവും. ഇത് എല്ലാ സ്കിൻ ടോണിനും ചേരും. ഒരു ന്യൂഡ് ഷെയ്ഡ് എന്ന രീതിയിൽ മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് സൂപ്പർ ആയിരിക്കും ഈ ഷെയ്ഡ്. പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഫ്രീ കിട്ടിയതാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റ് ലിപ് അൾട്രാ സ്മൂത്ത് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് 09 ആണ്, മോ ടോപ്പ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക് കാറ്റഗറി എനിക്ക് അത്ര ഇഷ്ടമല്ല, കാരണം ഇതിൻ്റെ റെഡും ഒരു ബ്രൗൺ ഷെയ്ഡ് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര എക്സ്ട്രാ ഡ്രൈ ആക്കുന്ന പോലെ ലിപ്പിന്. നമുക്കതിങ്ങനെ വരഞ്ഞ് പൊട്ടുന്ന പോലത്തെ, മീൻസ് ഇങ്ങനെ പിരിപിരാവുക, അങ്ങനെ പാച്ചി ആയിരിക്കുക, അങ്ങനെയില്ല. പക്ഷേ ആ ഒരു മാറ്റ് ഫിനിഷ് എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഷെയ്ഡ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. ഇച്ചിരി ഒന്ന് എടുത്ത് നിൽക്കുന്ന ടൈപ്പ് ഷെയ്ഡാണ്, ഒരു എടുത്ത് നിൽക്കുന്ന പിങ്കാണ്, ഒരു ന്യൂട്രൽ കൈൻഡ് പിങ്ക് അല്ല. കണ്ടില്ലേ? ഇത് പ്ലമ്മിൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ MRP വരുന്നത് 599 ആണ്. പ്ലമ്മിൻ്റെ എൻകാപ്സുലേറ്റഡ് സാലിസിലിക് ആസിഡ് 2% ഫേസ് സെറമാണ്. ഫൈൽസ് ആക്റ്റീവ് ആക്നെ റെഗുലേറ്റ് സെബം വിത്ത് ക്ലോറോഫൈൽ ആൻഡ് പ്രിക്ലി പിയർ എക്സ്ട്രാക്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ബോട്ടിലാണല്ലോ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്, ബ്ലൂ കളർ ബോട്ടിലാണ്, മണ്ണടയുടെ ലൈറ്റ് കളർ വെർഷനിലുള്ള ബോട്ടിലാണ്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് റിവ്യൂ പറയുന്നതാണ്, കാരണം എനിക്ക് ആക്റ്റീവ് ആക്നെ എപ്പോഴും വരുന്നതാണല്ലോ. അതുകൊണ്ട് റിവ്യൂ പറയാൻ പറ്റിയിട്ടുള്ള സാധനമാണ്. ഞാൻ പൊക്കം വെച്ചില്ല, കാല് മര വെച്ചപ്പോഴത്തേക്കും ചരിതിരുന്നതാണ് കേട്ടോ. നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം, അല്ല അടുത്ത ബോക്സ് നോക്കാം. ഫസ്റ്റ് ഒരു പെർഫ്യൂമാണ്, നൈക്ക മൊയ് അല്ലേ ആണെന്ന് തോന്നുന്നു ആ പെർഫ്യൂം. ഇതിൻ്റെ ടു ചെറിഷ് ദ ലിറ്റിൽ തിങ്സ് ലൈഫ്. ഇതിൻ്റെ പ്രൈസ് 279 ആണ്. മഴ. അപ്പോൾ ഇത് ഭയങ്കര, ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മഴ മാറാൻ വേണ്ടിയിട്ട് മഴ മാറുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. നൈക്കയുടെ പെർഫ്യൂമാണ്, മൊയ് ബൈ നൈക്ക. ഇതിൻ്റെ പ്രൈസ് 279 രൂപയാണ്. ഇത് സാമാന്യം ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമാണ്. ഇതിൻ്റെ വേറൊരു വെർഷൻ, വേറെ കാറ്റഗറി ഞാൻ ട്രൈ ചെയ്തിട്ട് റിവ്യൂ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. റിവ്യൂ ആയിട്ടില്ല, കുഞ്ഞെപ്പോഴോ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മൈൽഡ് വെർഷനാണ്. നിധി കട്ടറിൻ്റെ ചാനലിൽ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. ഇത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, മൈൽഡ് ആയതുകൊണ്ട്. നമുക്കൊരു അല്ലാണ്ട് ലോങ് ലാസ്റ്റിംഗ് കാറ്റഗറിയിൽ വേണം, നമുക്ക് ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം. മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതൊരു ലക്ഷറി പെർഫ്യൂം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സാമാന്യം നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് ഒരു
വളരെ അഫോർഡബിൾ റേഞ്ച് കിട്ടിയ ഒരു പെർഫ്യൂമിൻ്റെ പോലത്തെ സ്മെല്ലായിട്ട് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ഈ ചെറുത് വാങ്ങിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം വലുത് വാങ്ങിച്ചാൽ മതി. അതുകൊണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ നമുക്കിത് വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഭയങ്കര സ്ട്രോങ് സ്മെൽ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ഇതിൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഫൗണ്ടേഷനാണ്. ലോറിയലിൻ്റെ 24 അവർ ആയിരുന്നു മുമ്പിരുന്നത്. അപ്പോൾ 32 അവർ ഫ്രഷ് വെയർ ഇൻഫെയിലിബിൾ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ എടുത്തത് 145. എൻ്റെ ഓർമ്മയിൽ 3 സംതിങ് ഏതോ ഷെയ്ഡ് വാങ്ങിച്ചെന്നായിരുന്നു. ഇപ്പോൾ എങ്ങനെ 145 ആയെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഷെയ്ഡ് കുറവാണ്. മറ്റേ എൻ്റെ ഓൾറെഡി ഇരുന്നില്ല, അതിൻ്റെ അകത്ത് ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ 314 312 അങ്ങനെ ഏതോ ഷെയ്ഡാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് 24 അവർ ഫ്രഷ് വെയർ ഫൗണ്ടേഷൻ. ഇത് 32. ഇതെനിക്ക് ലൈറ്റ് ആകാൻ നല്ല ചാൻസ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ നമുക്ക് കോണ്ടൂറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും വിറ്റാമിൻ സി ഉണ്ട്, SPF 25 ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒന്നും മറ്റതിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ഫൗണ്ടേഷൻ്റെ കാറ്റഗറിക്കകത്ത് അത് വരുന്നതാണ്. കാരണം ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കവറേജും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിൽഡ് ചെയ്യാൻ പറ്റും. ഒറ്റ ഇതിൽ നമുക്ക് ഫുൾ കവറേജ് കിട്ടുമെന്നല്ല. അപ്പോൾ എനിക്ക് ആ ഒരു മാറ്റ് ഡ്രൈ ഫിനിഷ്, ഒരു ഹെവി ഫിനിഷ് വേണ്ടാത്തതുകൊണ്ട് എനിക്ക് ഈ ഫൗണ്ടേഷൻ ഇതില്ല, മറ്റ് 24 അവർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് വാങ്ങിച്ചത്. എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് പറഞ്ഞില്ലല്ലോ. ഇതിന് MRP കൊടുത്തിരിക്കുന്നത് 1099 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 879 ആണ്. അപ്പോൾ ഇത് മിക്കവാറും നൈക്കിൽ ഓഫറിൽ വരലുണ്ട് ഈ ഫൗണ്ടേഷൻ കാറ്റഗറി. അപ്പോൾ ഇത് എനിക്ക് ലൈറ്റ് ആയിപ്പോയി, എനിക്ക് വിഷമാവുന്നു, സാരമില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ ഇതാണ്. കുറേ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഇതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സ്മെല്ല് അത്ര സുഖമുള്ള സ്മെല്ലല്ല, ബോധം കെട്ട വീഴാൻ അങ്ങനെ പോലത്തെ ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 199 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 898 ആണ്. അപ്പോൾ ഇത് ലോറിയലിൻ്റെ ഇൻഫാലിബിൾ റേഞ്ചിലുള്ള പ്രോ സ്പ്രേ ആൻഡ് സെറ്റ് മേക്കപ്പ് എക്സ്റ്റൻഡർ പ്രൊലോങ് മാക്യുലേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ്. സൂപ്പറായിട്ട് ലാസ്റ്റ് നമ്മളിത് യൂസ് ചെയ്താൽ. ഇതിൻ്റെ സ്പ്രേ ഇല്ലേ, ഇങ്ങനെ ഭൂമെന്ന് പറഞ്ഞ് വന്ന് വീഴത്തില്ല. നന്നായിട്ട് ഇങ്ങനെ ചെതറി നമുക്ക് ആ ഒരു ഫൈൻ ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ ഫേസിൽ വീണിട്ട് ഫുൾ സ്പ്രെഡായി കിട്ടി നന്നായിട്ട് മേക്കപ്പിനെ മെൽറ്റ് നന്നായിട്ട് സെറ്റ് ചെയ്ത് തരും. ലോങ് ലാസ്റ്റിംഗ് ആക്കി തരും. കല്യാണത്തൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്തിരുന്നു പണ്ട് സ്ഥിരം. ഇത് തീർന്നിട്ട് ഞാൻ വാങ്ങിച്ചില്ല, ഇപ്പോൾ ഞാൻ വീണ്ടും വാങ്ങിച്ചു. നെക്സ്റ്റ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നതാണ് കെ ബ്യൂട്ടിൻ്റെ HD സെറ്റിംഗ് ലൂസ് പൗഡർ എൻറിച്ച്ഡ് വിത്ത് അവക്കാഡോ പ്ലസ് മാംഗോ ബട്ടർ. എനിക്ക് ലൈറ്റ് ഇരിക്കുമ്പോഴല്ലോ എനിക്ക് വായിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ തപ്പി തടയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് MRP 849 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 696 ആണ്. എന്തായാലും ഇത് ബനാന പൗഡറാണ് കേട്ടോ. ഇത് വേറെ പല ഷെയ്ഡ്സിലും നാക്കിൽ കട്ടിയിട്ട് പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇതിങ്ങനെയല്ലേ ഇവിടെ നോക്കാനല്ല, പല ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ്. ഞാൻ ബനാന പൗഡർ വാങ്ങിച്ചു. ഇത് കുഞ്ഞിതാണ്, പക്ഷേ ഈ സെറ്റിംഗ് പൗഡറൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഒരു വലിയ ബോക്സ് വാങ്ങിക്കണമെന്നൊന്നുമില്ല, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. എക്സ്പയറി ഡേറ്റ് എടുത്ത് കളയേണ്ടി വരും. കാരണം ഞാൻ നൈക്കല്ല സോറി, എൻ്റെ ഒരു ഫേവറേറ്റ് ഉള്ളത് ഫിറ്റ്മിയിലെ മെബ്ലിൻ ഫിറ്റ്മിയുടെ ലൂസ് പൗഡറിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വിചാരിച്ചു, വേറെ മാറ്റി വാങ്ങിക്കാമെന്ന് വെച്ചിട്ടും പിന്നെ അതിനേക്കാളും ഇത് വില കുറവായിരുന്നതുകൊണ്ട് ഞാൻ ഇത് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നൈക്കയുടെ ഒരു ഹാൻഡ് ക്രീമാണ്. വിപ്പിഡ് വിത്ത് ലവ് റോസ് ആൻഡ് വൈറ്റ് മസ്ക് ഹാൻഡ് ആൻഡ് നെയിൽ ക്രീം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് 299 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 164 ആണ്. നല്ല അഫോർഡബിൾ ആയിരുന്നു, മീൻസ് നല്ല വില കുറവായിരുന്നു. ഇത് പൊതുവെ നമുക്ക് ഹാൻഡ് ക്രീമെല്ലാം അഫോർഡബിൾ റേഞ്ചിൽ കിട്ടലുണ്ട്. അപ്പോൾ എനിക്ക് ഈ അടുത്തായിട്ട് ഞാൻ ഫീൽ ചെയ്തു, പ്രായമൊക്കെ വരെയല്ലേ, അപ്പോൾ കൈയുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നതിനെ കൊണ്ട് പിന്നെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുമല്ലോ കൈ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ചുളിവുകൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കുക അനുസരിച്ച്. അപ്പോൾ എക്സ്ട്രാ ചുളിവ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഹാൻഡ് ക്രീം ഒന്ന് ഇടാന്ന്. അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ട് ബാക്കി ഇങ്ങനെ കയ്യിലിട്ടിട്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസർ എനിക്ക് കയ്യിലായിട്ട് കിട്ടലുള്ളൂ. പിന്നെ ഇടയ്ക്ക് ബോഡിയിൽ ഫുൾ ഓയിൽ ഇടുമല്ലോ, അപ്പോഴത്തേക്കും കിട്ടുന്നൊരു മോയ്സ്ചറൈസേഷനേ ഉള്ളൂ. കയ്യിൽ നമ്മുടെ ഈ ഭാഗത്തിൻ്റെ മോയ്സ്ചറൈസേഷൻ കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നന്നാവും ഹാൻഡ് ക്രീം ഇനി യൂസ് ചെയ്ത് തുടങ്ങാമെന്ന്. അങ്ങനെ വാങ്ങിച്ചു നോക്കിയാണ്. അപ്പോൾ വാങ്ങിച്ചിട്ട് സ്മെല്ല് വരുന്നില്ലല്ലോ. മണം എനിക്ക് അത്ര ഇഷ്ടമായില്ല. മണം ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ല വൈറ്റ് ക്രീമാണ്. നമ്മളുടെ ക്രീം പോലൊക്കെ തന്നെ ഉള്ളൂ, അല്ലാണ്ട് എക്സ്ട്രാ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എനിക്ക് അപ്ലൈ ചെയ്തിട്ട്. പക്ഷെ എനിക്ക് എൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, ഇച്ചിരി സ്ട്രോങ് ആണ്. അയ്യോ
നാറ്റ് നോറ്റിന് വാങ്ങിച്ചതിന് ഇത്ര സ്മെല്ലുണ്ടെന്ന് വിചാരിച്ചില്ല. കമൻസിൽ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. റിവ്യൂസിൽ നല്ല സ്മെല്ലാന്ന് കണ്ടു എന്ന് തോന്നുന്നു. പക്ഷേ നല്ല സ്മെല്ലാണെങ്കിലും എനിക്കത്ര ഇഷ്ടമാവുന്ന ടൈപ്പ് സ്മെല്ലല്ല എന്തായാലും. ഞാൻ ഈ റോസ് കണ്ടിട്ട് വാങ്ങിച്ചാന്ന് തോന്നുന്നു. ഈ റോസ് കണ്ടിട്ട് പോയി വീണ്ടും പണി വാങ്ങിക്കുന്നത് എനിക്ക് സ്ഥിരമുള്ളതാണ്. ലാക്മേയുടെ ഷോ സ്റ്റോപ്പർ കളക്ഷൻ അൺറിയൽ ബ്ലർഫെക്റ്റ് പ്രൈമർ, വായിക്കാനും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഹൗസ് ഓഫ് ലാക്മേയുടെ പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് 875 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 700 ആണ്. എന്തായാലും ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കാൻ കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൈമർ വേണം. പക്ഷേ എനിക്ക് ഈ സിലിക്കോൺ ബേസ്ഡ് പ്രൈമേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിമ്പിൾസ് വരുന്നതായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. കൺഫേം ചെയ്തിട്ടില്ല, നോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് കാറ്റഗറിയിൽ ലോങ് ലാസ്റ്റിംഗ് ഫൗണ്ടേഷനിലെ പ്രൈമർ എപ്പോഴും ലാക്മേയുടെ ബ്ലർ പെർഫെക്റ്റ് ഇല്ലേ, അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഇത് കിട്ടിയത്. അത് തന്നെയാണോ ഇതെന്ന് എനിക്കറിയില്ല. എന്തായാലും സെയിം സാധനം തന്നെ തോന്നുന്നു. അല്ല, ഇത് കുറച്ചുകൂടെ ലൂസാണ് മറ്റേന് കാലം. ഞാൻ മുമ്പ് യൂസ് ചെയ്യുന്ന കാര്യം. പക്ഷേ സ്മെല്ലും ടെക്സ്ചറും ഒക്കെ സെയിം തന്നെ. ഇത് പക്ഷേ കുറച്ചുകൂടി ഒന്ന് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്തിട്ട് പിന്നെ എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഞാനിത് വാങ്ങിക്കും കാരണം പറഞ്ഞില്ല, എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൈമർ വേണമെന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി എനിക്കിപ്പം ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം എനിക്ക് സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ യൂസ് ചെയ്യാൻ അത്ര താല്പര്യമില്ല. നല്ല വലിപ്പമുള്ളൊരു ബോട്ടിലാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഡെർമാക്കോയുടെ 7% ഗ്ലൈക്കോളിക് ആസിഡ് ഹൈഡ്രേറ്റിംഗ് ടോണറാണ്. ഫോർ എക്സ്ഫോളിയേഷൻ 7% പ്യൂർ ഗ്ലൈക്കോളിക്, 1% ഹൈലറോണിക് ആസിഡ്, 1% സെറമൈഡ് കോംപ്ലക്സ് ഉണ്ട്. ഇതിന്റെ പ്രൈസ് MRP 499 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 454 ആണ്. ഒരുപാട് അങ്ങനെ വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ബോട്ടിലാണ് വരുന്നത്. ക്ലിയർ വാട്ടർ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. കണ്ടോ, ഇത് ക്ലിയർ ആണ് ലിക്വിഡ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം എൻ്റെ പിഗ്മെന്റേഷന് വേണ്ടിയിട്ടും പിന്നെ നമുക്കൊരു എക്സ്ഫോളിയേഷൻ രീതിയിൽ നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യമായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പർജിങ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചോളണം. ഞാനിത് മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഇൻഗ്രോൺ ഹെയർസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അൺട്രാംസിൽ യൂസ് ചെയ്യാം. എനിക്ക് അൺട്രാംസിൽ ഇൻഗ്രോൺ ഹെയർസ് വരുമെന്നല്ല, കാരണം ഞാൻ അത്രയും പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഷേവ് ചെയ്യല്. റെഗുലറായിട്ട് നമ്മൾ ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് പോലും ഞാൻ പ്രിക്കോഷൻസ് ആവശ്യത്തിന് എടുക്കും. കാരണം എനിക്ക് ഇൻഗ്രോൺ ഹെയർസ് പേടിയാണ്. കാരണം ഇൻഗ്രോൺ ഹെയർസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ള ഭയങ്കര ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതെപ്പോഴും വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ ഫുൾ എടുത്തിട്ടുണ്ടാവും. എങ്കിലും ഒരു എളുപ്പം പഠിക്കുന്ന രീതിയിൽ ഞാൻ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ വാങ്ങിച്ചു നോക്കിയാണ്. നമുക്ക് ഫേസിലും ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യാം. എങ്കിലും ഫേസിൽ ഞാൻ ഒറ്റ അടിക്ക് ഒന്നും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യത്തില്ല, പർജിങ്ങിൻ്റെ ചാൻസ് ഉള്ളതുകൊണ്ട്. അതൊക്കെ പതുക്കെ ഫേസിലോട്ട് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. കാരണം മുൻപ് ഞാൻ പ്ലമ്മിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് എന്തോ ഉള്ള ഒരു ടോണർ യൂസ് ചെയ്തിട്ട് എനിക്ക് പർജിങ് നല്ലപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് പതുക്കെ സാവകാശം എൻ്റെ ഫേസിൽ പരിചയപ്പെടുത്തി കൊടുക്കത്തുള്ളൂ. നെക്സ്റ്റ് അടുത്ത ബോക്സ് നമുക്ക് പൊട്ടിക്കാം. ഇനി ഒരു ബോക്സും കൂടെ ഉള്ളൂ. ഇതും വേറൊന്നും കൂടെ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രോഡക്ട്സേ ഉള്ളൂ. ബോക്സ് വലുതാണ്, കാരണം ബോക്സിൻ്റെ അകത്തുള്ള പ്രോഡക്റ്റിൻ്റെ വലിപ്പം കൂടുതലാണ്. ഇതിൻ്റെ അകത്ത് എന്താ, ഞാൻ വരെ ഓർമ്മയെടുക്കുന്നതാണ്. വെറും പേപ്പറാണോ? ഞാൻ തുറന്നു നോക്കിയിട്ട് ഞാൻ തന്നെ പേപ്പർ മടക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. എന്ത് ഫോളാന്ന് നോക്കണേ. എന്നിട്ട് പ്രോഡക്റ്റാന്ന് പറഞ്ഞ് എടുത്ത് നോക്കി. ഇപ്പോൾ ബയോട്ടിക്കിൻ്റെ ക്ലിയർ ഇംപ്രൂവ്മെൻറ്റ് വിറ്റാമിൻ സി ഇലുമിനേറ്റിംഗ് ബോഡി വാഷാണ്. ഇതിൻ്റെ പ്രൈസ് MRP 199 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 159 ആണ്. ഞാൻ റെഗുലർ യൂസ് ചെയ്യുന്ന രീതിയിൽ വാങ്ങിച്ചു നോക്കിയാണ്. അറിയാൻ പറ്റുന്നില്ല. ഓപ്പോസിറ്റ് ഒന്ന് തുറക്കാൻ നോക്കി ഞാൻ. ഇങ്ങോട്ടല്ലേ തുറക്കുന്നു ഓപ്പൺ ചെയ്യാൻ. എനിക്ക് ഈ സ്മെല്ല് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് പിന്നെ തുറക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ പ്രൈസ് പറഞ്ഞല്ലോ, അപ്പം സംഭവം ഒന്ന് മനസ്സിലായോ? ഇത് രണ്ടും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഒന്ന് വിറ്റാമിൻ സി ഉണ്ട്, ഒന്ന് ബ്രൈറ്റനിങ് എന്ന് എഴുതിയിരിക്കുന്നത്, ഒന്ന് കോജിക് ആസിഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാനിത് വാങ്ങിച്ചെന്തിനാണെന്നറിയാമോ? ഇത് ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിഗ്മെന്റേഷൻ. വിറ്റാമിൻ സിയുടെ വാങ്ങിച്ചത് ടാൻ മാറാനെന്ന് വിചാരിച്ചിട്ട്. ഇത് വാങ്ങിച്ചത് ഞാൻ എനിക്ക് ബോഡി ആക്കുന്ന വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്ലൈക്കോളിക് സാലിസിലിക് ആസിഡുള്ള ഒരു ബോഡി വാഷ് ട്രൈ ചെയ്തിട്ട് അത് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പാട് മാറ്റണമല്ലോ. അപ്പോൾ അത് ഉദ്ദേശിച്ചാണ് ഇത് രണ്ടും കൂടെ വാങ്ങിച്ചിരിക്കുന്നത്. വാങ്ങിച്ചിട്ട് കുറേ നാളായി, അപ്പോൾ എനിക്കിത് ഓർമ്മയില്ല. ഡെർമാക്കോയുടെ 1% കോജിക് ആസിഡ് ഡെയിലി ബ്രൈറ്റനിങ് ബോഡി വാഷാണ്. ഫോർ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിഗ്മെന്റേഷൻ എഴുതിയിട്ടുണ്ട്. കോജിക് ആസിഡ് ഉണ്ട്, ആൽഫ ആർബിച്ചിൻ ഉണ്ട്, പെൻറ്റാവിൻ ഉണ്ട്. അപ് ടു 24 hour ഹൈഡ്രേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഹൈഡ്രേഷൻ അല്ല വാങ്ങിച്ചത്, എനിക്കിത് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി. ടാന് ഈ പിഗ്മെന്റേഷനും കാര്യങ്ങളും അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ്.
അപ്പോൾ ഇതിൻ്റെ പ്രൈസ് MRP കൊടുത്തിരിക്കുന്നത് എനിക്കിത് വായിക്കാൻ പാടും 349 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 314 ആണ്. അപ്പോൾ ഇത് ടോട്ടൻഗിയുടെ റെറ്റിനോൾ പ്ലസ് സെറമൈഡ് നൈറ്റ് റിപ്പയർ ക്രീമാണ്. ഹിബിസ്കസ് ആൻഡ് പൊമഗ്രനേറ്റ് ഓയിൽ ഉണ്ട്. 25 ml ആണ്. ചെറിയ ബോട്ടിൽ വാങ്ങിച്ചു. 395 ആണ് MRP. എനിക്ക് കിട്ടിയ പ്രൈസ് 336 ആണ്. അപ്പോൾ ഇത് തുറന്നു നടപ്പം ആദ്യമേ ഭാഗ്യം അതിനകത്ത് മറ്റേ ഈ കുഞ്ഞിലിട്ടും കൂടെ ഉള്ളത്. അപ്പോൾ ഇതിൽ പിങ്കനാണ്. അപ്പോൾ ഇത് ഞാൻ ചെറിയ ബോട്ടിൽ വാങ്ങിക്കാൻ കാരണം എനിക്ക് റെറ്റിനോൾ സ്കിന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ റെറ്റിനോൾ എന്ന കൺസേണിൽ ഒരു പ്രോഡക്റ്റും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെറ്റിനോൾ ഒന്ന് സ്കിന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഫൈൻ ലൈൻസും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി റെറ്റിനോൾ നല്ലതാണ്. പക്ഷെ നമ്മൾ റെറ്റിനോൾ ആദ്യമേ പെർസെൻറ്റേജ് കണക്കിന് സ്കിന്നിൽ കൊടുക്കാൻ പറ്റില്ല, പ്രശ്നം ഉണ്ടാവും. ബേണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അലർജി പെട്ടെന്ന് ബോഡി ഒക്കെ സ്കിന്ന് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ചെറിയ ബോട്ടിലിൽ ഇങ്ങനെ നമ്മുടെ ഈ നൈറ്റ് ക്രീമിൻ്റെ ഫോമിൽ നമുക്ക് റെറ്റിനോൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. റെറ്റിനോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം ഒരു 30 കഴിയുമ്പോഴത്തേക്ക് എന്തായാലും റെറ്റിനോൾ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു ഞാൻ ഇല്ലല്ലോ പറഞ്ഞല്ലേ 395 ആണ് MRP. എനിക്ക് കിട്ടി 336 ആണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. എന്തായാലും റിവ്യൂ ഇടും, കാരണം എനിക്ക് അറിയണമല്ലോ. അപ്പോൾ ഞാൻ അടുത്ത ഇവരെപ്പോഴും മോയ്സ്ചറൈസറിൽ ഈ സാധനം വെച്ചിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് ഡയറക്റ്റ് ഉണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെന്തായാലും ഞാൻ അടുത്ത കാലത്ത് തന്നെ ട്രൈ ചെയ്യും. ഉടനെ തന്നെ ട്രൈ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ വലിയ ബോക്സിൽ ആൾക്കാരെ തുറന്നു നോക്കാം. ഈ ബോക്സ് ഇത്രയും വലുതാണ്. ഇതിനകത്ത് ഇത്രയും പ്രോഡക്റ്റ് വരാനും കാരണം നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഓഫേഴ്സ് ഉള്ളതുകൊണ്ട് വാങ്ങിച്ചാണ്. പലതും ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്നൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം ഇതിനകത്ത് 4 കാജൽ എന്ത് ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പിന്നെ യൂസ് ചെയ്യുന്ന അറിയത്തില്ല, എന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നൈക്കയുടെ ഐക്കോണിക് ലൈനർ പെന്നാണ്, ഫൈൻ ടിപ്പ്. അപ്പോൾ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, കാരണം ഇതെനിക്ക് ഫ്രീ കിട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്ക് നോക്കിയാൽ ഭയങ്കര ജെറ്റ് ബ്ലാക്ക് അല്ല കേട്ടോ, ഒരു ഗ്രേഷ് ബ്ലാക്ക് ആണ്. എനിക്ക് അത്ര ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു റെഗുലർ യൂസിനൊക്കെ കൊള്ളാം. അല്ലാതെ നമുക്കൊരു ഫംഗ്ഷന് പോകുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ഐ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ, മാറ്റ് ജെറ്റ് ബ്ലാക്ക് ലുക്ക് വേണമെങ്കിൽ ഇത് അത്ര യൂസ്ഫുൾ ആകത്തില്ല. ഇപ്പോൾ എൻ്റെ ഒറ്റൊരു വരയിൽ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡായി, ഇങ്ങനെ പഴുതാരായിട്ട് ഇത് ഇങ്ങനെ ആയതുപോലെ ആവുന്ന റെഗുലർ യൂസിന് കൊള്ളാമെന്ന് പറഞ്ഞത് ഞാൻ തീരുമാനം മാറ്റി. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്താൽ മതി, എനിക്ക് ഇഷ്ടമായില്ല. നെക്സ്റ്റ് പ്രോഡക്റ്റ് എത്രയോ വർഷത്തിൻ്റെ ആലോചനയ്ക്ക് ശേഷം ഞാൻ വാങ്ങിച്ചതാണ്. ലോറിയലിൻ്റെ ഇൻഫാലിബിൾ 24 hour ഫ്രഷ് വെയർ ഫൗണ്ടേഷനിൻ്റെ പൗഡർ. എൻ്റെ ഷെയ്ഡ് 140 ഗോൾഡൻ ബേജ് ആണ്. ഒരു വേറെ ഭാഷയിൽ എഴുതിയിരിക്കുന്ന വായിക്കാൻ പേരുന്നത്, എനിക്ക് ബാക്കി വായിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് ഷെയ്ഡ്. ഇത് ഏകദേശം എൻ്റെ ഷെയ്ഡായി. അത് അത്രയെങ്കിലും ആയിരുന്നു. മറ്റേ ഫൗണ്ടേഷൻ പണിപാളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര കവറേജ് ഉണ്ട്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്കൊരു ഫൗണ്ടേഷൻ റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഓയിലി സ്കിന്നും ഒക്കെ സൂപ്പറാണ് എന്നുള്ളൊരു അറിവിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 1099 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 934 ആണ്. ഇതങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും MRPക്കാണ് നടക്കുന്നത്, അല്ലെങ്കിൽ കുറഞ്ഞാലും കുറച്ച് പൈസയൊക്കെ കുറയുള്ളൂ. അപ്പോൾ ഇത് അത്രയും വർത്താണോ എന്ന് ഡൗട്ട് ഉള്ളതുകൊണ്ട് വാങ്ങിക്കരുത്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞത് വരട്ടെ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പിന്നെ നോക്കാം. ലാക്മേയുടെ 95 ഐക്കോണിക് കാജൽ ഡീപ്പ് ബ്ലാക്ക് ആണ്. ലാസ്റ്റ് അപ് ടു 24 hours വരെ കാജലൊന്നും വെച്ചിരിക്കാൻ ഞാൻ പോകുന്നില്ല. നോ സ്മഡ്ജ്, നോ വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ പ്രൂഫാണ്. ഒഫ്തൽമോളജിക്കലി ടെസ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് രണ്ടും കൂടെ 399 ആണ്. എനിക്ക് കിട്ടിയത് 200 അതായത് ഒരെണ്ണത്തിന് 100 രൂപയുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് 2026 അപ്പോൾ ഞാൻ പൊട്ടിക്കാട്ട് വെച്ചിരിക്കും കുറേ നാളത്തേക്ക്. ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അടുത്ത് എഗെയിൻ കാജലാണ്. കണ്ണിൻ്റെ ഷേപ്പാണ് ഉദ്ദേശിച്ചത്, അത് എല്ലയുടെ ഷേപ്പാണ്. ഈ ഷേപ്പിനാരാ കണ്ടിരിക്കുന്നു. എന്തായാലും ചേംബറിൻ്റെ സ്പെക്ടക്കിൾ ലീ കാജൽ 24 hour ലാസ്റ്റിംഗ് ഡീപ്പ് ബ്ലാക്ക് ആണ്. വാട്ടർ പ്രൂഫാണ്, സ്മഡ് പ്രൂഫാണ്. 180 രൂപയാണ് ഒന്നിനെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കിട്ടിയത് 135 ഇത് 1/get1 ആ കോംബോ ഓഫേഴ്സിൽ കിടന്നു തോന്നുന്നു. എന്തായാലും 2 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പയറി 2026 അപ്പോൾ നമ്മൾ ഒന്ന് പൊട്ടിച്ച് യൂസ് ചെയ്തിട്ട് മറ്റേത് സൂക്ഷിച്ച് വെച്ചിരിക്കും. ഓഫേഴ്സ് വരുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ കോംബോ പാക്കൊക്കെ വാങ്ങിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒന്ന് പൊട്ടിച്ചിട്ട് യൂസ് ചെയ്ത് തീർന്നിട്ട് അടുത്ത പൊട്ടിക്കാൻ പോകാവും. നമ്മൾ പൊട്ടിച്ച് യൂസ് ചെയ്ത് തുടങ്ങിയാൽ നമ്മളത് ഒരുപാട് പിന്നെ എനിക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ, ഇത്ര നാളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പോൾ നമുക്കിങ്ങനെ വാങ്ങിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ഷെത്തിൻ്റെ അധികം പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ആകെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ബോഡി വാഷാണ്, ആക്നെയ്ക്ക് വേണ്ടിയിട്ട്, ബോഡി ആക്നെയ്ക്ക് വേണ്ടിയിട്ട്. അതെനിക്ക് ഇഷ്ടമായി. പിന്നെ അടുത്ത് ബാക്കി പ്രോഡക്ട്സുകളൊക്കെ പതുക്കെ ഇറക്കാമെന്ന് വെച്ചു. മീൻസ് ഇറക്കാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഡോക്ടർ ഷെത്തിൻ്റെ സെറമൈഡ് ആൻഡ് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. 1% വിറ്റാമിൻ സി കോംപ്ലക്സ്, സെറമൈഡ് കോംപ്ലക്സ്, അശ്വഗന്ധ എക്സ്ട്രാക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 349 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 304 ആണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ കാരണം ഒബ്വിയസ്ലി വിറ്റാമിൻ സി ഉണ്ട്, പിന്നെ കത്രിക നടക്കാൻ പോയോ, വിറ്റാമിൻ സി ഉണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് സെറമൈഡ് ഉണ്ട്, പിന്നെ ഇത് ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള ഓയിൽ ഫ്രീ എന്ന് എഴുതിയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ജെല്ലല്ല, പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലെൻഡായി പോയി ഒരു സ്മൂത്ത് ഫിനിഷ് തന്നിട്ടുണ്ട്. നല്ല സുഖമായിട്ട് എനിക്ക് കയ്യിൽ അപ്ലൈ ചെയ്തപ്പോൾ ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഫേസിൽ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടെന്ന് കുഴപ്പമില്ലായിരിക്കും തോന്നുന്നു. കാരണം കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഫുൾ അബ്സോർവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കുക, ഓയിലി ആയി നിൽക്കുക, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കണ്ടിട്ട് കൈ. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. എന്തെങ്കിലും നല്ലതാണെങ്കിൽ ഓയിലി സ്കിൻ നല്ലതാണല്ലോ. വിറ്റാമിൻ സി ഉണ്ട്, സെറമൈഡ് ഉണ്ട്, ഓയിലി സ്കിൻ നല്ലതാണെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ലതാണല്ലോ. എന്ത് പറയാനെന്നറിയോ, എനിക്കുണ്ടല്ലോ കിളി പോയി ഇത്തിരി. നെക്സ്റ്റ് പ്രോഡക്റ്റ് സിറോണയുടെ ഇതാണ് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് സിറോണയുടെ 100% ഓർഗാനിക് കോട്ടൺ പാൻറ്റി ലൈനേഴ്സ് ആണ്. അൾട്രാ സോഫ്റ്റ്, ടോക്സിൻ ഫ്രീ, കളർ ഫ്രീ എഴുതിയിട്ടുണ്ട്. 60 എണ്ണം ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് MRP 249 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 184 ആണ്. അപ്പോൾ നല്ല പ്രൈസ് റേഞ്ച് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പാൻറ്റി ലൈനേഴ്സ് എൻ്റെ എപ്പോഴും കാണും, ഏതെങ്കിലും ബ്രാൻഡിൻ്റെ എന്തായാലും കാണും. നമുക്ക് പീരീഡ്സ് തുടങ്ങുമ്പോഴത്തേക്കും പറയാൻ പറ്റില്ല, ചിലപ്പോൾ നല്ല ഫ്ലോ ഉണ്ടാവും, ചിലപ്പോൾ കുറച്ചേ ഫ്ലോ ഉണ്ടാവും, പിന്നെ അവസാനിക്കുമ്പോഴത്തേക്കും എന്തായാലും കുറച്ചേ ഫ്ലോ കാണത്തുള്ളൂ പൊതുവെ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സമയത്ത് ഒരു പാഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇത് യൂസ്ഫുൾ ആണ്. ഓവലേഷൻ ടൈമിലുള്ള ഡിസ്ചാർജിന് വേണ്ടിയിട്ട്, പിന്നെ റെഗുലർ മെൻസ്ട്രേഷൻ ഉള്ളവർക്ക് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ലൈറ്റ് കളറുള്ള പാഡ് ഇടുമ്പോഴത്തേക്ക് സ്റ്റെയിൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് നമുക്കൊരു മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലത്തുള്ള വലിയ പാക്കേജുകൾ വാങ്ങിക്കാം. അല്ല നിങ്ങൾക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ കുഞ്ഞു പാക്കേജുകളൊക്കെ അവൈലബിൾ ആണ്. അത് വലിയ പാക്കേജ് വാങ്ങിച്ച് നോക്കിയാൽ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പാക്കേജ് ആദ്യം വാങ്ങിച്ച് നോക്കി ട്രൈ ചെയ്തിട്ട് പിന്നെ വലുതിലോട്ട് പോകാവുന്നതാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് കാറ്റഗറിയിലുള്ളത് ഞാൻ റീപർച്ചേസ് ചെയ്താണ്. ഷെയ്ഡ് വേറെയാണ്. ഷെയ്ഡ് ഇപ്പം ഞാൻ ഇട്ട് കാണിച്ചു തരാം, അടിപൊളിയാണ്. ലാക്മേയുടെ 95 വെയ്റ്റ്ലെസ് മാറ്റ് മൂസ് ലിപ്പ് ആൻഡ് ചീക്ക് കളർ. അതിൻ്റെ ഷെയ്ഡ് കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 725 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 363 ആണ്. ഈ സാധനം എപ്പോഴും നൈക്കയിലും പല സൈറ്റുകളിലും ഇതിൻ്റെ ഷെയ്ഡ് ബ്ലഷ് വെൽവെറ്റ് ആണ്. പല സൈറ്റിലും നല്ല അഫോർഡബിൾ റേഞ്ചിൽ കാണലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ ലിപ്പിനും എൻ്റെ ചീക്കിനും ഒക്കെ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചാണ്. ഇപ്പോൾ അതിൻ്റെ ഷെയ്ഡ് കാണണം, വേണ്ടാൻ പറ്റുന്നില്ല. ഇതിൽ പിന്നെയും കാണുന്നുണ്ട്, ലിപ്പ് ഇട്ടാണ്ടല്ലോ, കോമഡിയാണ് അവസ്ഥ. ഇത് അടിയിൽ ലിപ്സ്റ്റിക് ഉള്ളതുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത്. ഞാൻ അന്ന് ഇട്ടുമായിരുന്നു, വാങ്ങിച്ചപ്പോഴത്തേക്കും ഭയങ്കര കൂളായിരുന്നു. ഇതിലറിയുന്നില്ല, ഞാൻ അടിയിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടല്ലോ. പക്ഷെ അല്ലാണ്ട് ഇത് നോർമലി ഇടുവാണെങ്കിലും നല്ല വാഷ് ഔട്ട് ആകുന്നുണ്ട്. വിചാരിച്ചത് പക്ക നൂടായിരിക്കും, സൂപ്പർ ആയിരിക്കും എന്നൊക്കെ ആയിരുന്നു, പക്ഷെ സൂപ്പറായില്ല. ഇതിൻ്റെ റോസ് ടച്ച് എന്തോ ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കുറേ നാളിൽ യൂസ് ചെയ്തു, കാരണം എനിക്ക് അത്ര ഇഷ്ടം. ഞാൻ റെഗുലറായിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേ ഇരുന്നെങ്കിൽ ലിപ്പിലും ചീക്കിലും ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എനിക്ക് നല്ല ഇഷ്ടം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്. മാറ്റ് ഫിനിഷ് ആണ്, പക്ഷെ ഭയങ്കര ഡ്രൈയിങ് അല്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പിഗ്മെൻറ്റേഷനും ഉണ്ട്. എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ റീപർച്ചേസ് ചെയ്തപ്പോൾ ഷെയ്ഡ് വെറൈറ്റി പിടിച്ചതാണ്. മറ്റേ റോസ് ടച്ച് തന്നെ ഇതിലേക്ക് വാങ്ങിച്ചാൽ മതിയായിരുന്നു. നെക്സ്റ്റ് നിയാസിനമൈഡ് സിറം വേറെ ബ്രാൻഡ് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എത്രയോ നാളായിട്ട് വർഷങ്ങളായിട്ട് ലിംലിസ്റ്റും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ ഷെത്തിൻ്റെ സെൻട്രൽ ആൻറ്റി നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തും 10% നിയാസിനമൈഡ് ആണ്, 1% സിങ്ക്, PCA, പ്രോബയോട്ടിക് ബ്ലെൻഡ്, സോയാബീൻ എക്സ്ട്രാക്ട്, സെൻട്രൽ ഏഷ്യാറ്റിക് എക്സ്ട്രാക്ട്. ഇതിൻ്റെ പ്രൈസ് MRP 599 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 509 ആണ്. അപ്പോൾ സെറത്തിനൊക്കെ ഈ പ്രൈസ് കാണും. നമ്മളിപ്പം സെറം ഒരുപാട് ഓഫറിന് നമുക്ക് ഒരുപാട് പ്രൈസ് കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ
അത് ഭയങ്കര അപൂർവമാണ്. അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ഒക്കെ സൈറ്റുകളിൽ 1 buy get 1 free എന്നൊക്കെ പറഞ്ഞിട്ട് കാണത്തില്ലേ, അങ്ങനെയുള്ളത് നോക്കിയാലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ബോട്ടിലിൻ്റെ അകത്ത് ഉണ്ട് സിറം. നമ്മൾ സ്പ്രേ ഈ സാധനം വെച്ചിട്ടുണ്ട്, ഡ്രോപ്പർ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടായിരിക്കും. നിയാസിനമൈഡ് സിറം എൻ്റെ കംഫർട്ട് സോണാണ്. കാരണം നിയാസിനമൈഡ് സിറം എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അത് ഇപ്പം മറ്റേ പ്ലമ്മിൻ്റെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായി. പക്ഷേ പ്ലമ്മിൻ്റെ ആ ഒരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് എനിക്ക് ആവശ്യമില്ല എൻ്റെ ഒരു ഓയിലി സ്കിൻ. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാത്തത്. പിന്നെ എനിക്ക് അതിൻ്റെ പാക്കേജിങ് ഇഷ്ടമായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഡ്രോപ്പർ എന്ന പ്രോഡക്റ്റ് ഇട്ട് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തു. അല്ലാണ്ട് എനിക്ക് നിയാസിനമൈഡ് സിറം ഇതെല്ലാം അല്ലാണ്ട് നിയാസിനമൈഡ് സിറം എൻ്റെ ഒരു ഫേവറേറ്റ്. ഞാൻ അപ്പോൾ തുറക്കട്ടെ. ഡ്രസ്സിലായോ എന്തോ. ഈ ലിപ്സ്റ്റിക് ആണെന്ന് ഓർമ്മയുണ്ടോ? പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഭയങ്കര പാടാണ് റിമൂവ് ആവാനായിട്ട്. ബാക്കി എല്ലാവരും പോകുന്നുണ്ട്. പ്ലമ്മിൻ്റെ കുഴപ്പമില്ല, അവർ പോകാൻ പാടാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഡ്രസ്സിലായി കുളമാകേണ്ടിരുന്നാൽ മതി. ഇവിടെ ആയെന്ന് അറിയത്തില്ല, ഇങ്ങോട്ടായിട്ടുണ്ട് എന്തായാലും. നമുക്കപ്പോൾ അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ള, ഓൾറെഡി ഇഷ്ടംപോലെ ട്രൈ ചെയ്തിട്ടുള്ള, ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുള്ള സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് സൂപ്പറായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഇൻസൈഡിൻ്റെ ഷൈനി ഐലൈനർ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മച്ച് ഫ്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 125 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 106 ആണ്. ടിപ്പ് ഭയങ്കര സ്മൂത്ത് അല്ല, ഒരു ഷാർപ്പില്ല. നമുക്കിങ്ങനെ വരച്ച് പ്രിസൈസ് ആയിട്ട് വരയ്ക്കാനുള്ള ഒരു ഷാർപ്നെസ് ഇല്ല, അതില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. ബാക്കി എല്ലാം സൂപ്പറാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. എൻ്റെ ഒരു കൺസെപ്റ്റിലാണ് കേട്ടോ. എനിക്ക് ജെറ്റ് ബ്ലാക്ക് വേണം, പക്ഷേ ഭയങ്കര മാറ്റ് വേണ്ട, ഭയങ്കര ഷൈനി വേണ്ട, എൻ്റെ ഇടയ്ക്ക് നിൽക്കണം. ആ ഒരു കൺസെപ്റ്റിൽ ഇത് സൂപ്പറാണ്. ഇപ്പം അടുത്തായിട്ട് ഞാൻ ഹെൽത്തി ബോട്ടിൽസിൻ്റെ അത് എവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ കഥ പറയുന്നില്ല, അവർക്കത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഒരു മസ്കാരയാണ്. ഈ മസ്കാര തലൂത്തിനെ കാണിച്ച് മെബ്ലിൻ്റെ ലാഷ് സെൻസേഷണൽ സ്കൈ ഹൈ മസ്കാര. ഇത് ഈ അടുത്ത് ഭയങ്കര എല്ലാവരും നല്ല ഹൈപ്പിൽ പറയുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒന്ന് സ്കൈയിൽ പറന്ന് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ പ്രൈസ് MRP 799 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 479 ആണ്. നല്ല വില കുറച്ച് കിട്ടിയല്ലേ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഹോണ്ട് ഇങ്ങനെയാണ്. ഞാൻ എന്തൊരു പുതിയ മസ്കാര ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടമായി. ഞാൻ റിവ്യൂ പിന്നെ ഇടാം. നല്ല അഫോർഡബിൾ ആണ്. ഞാൻ അത് ഷോർട്ടിൽ എപ്പോഴും കാണിച്ചിട്ടുണ്ട് അൺബോക്സിനകത്ത്. മാർസിൻ്റെ ഒരു മസ്കാര കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ റിവ്യൂ ഇടുന്നതാണ്. കാരണം നമുക്കിപ്പം അൺബോക്സിംഗ് ആണല്ലോ പരിപാടി, റിവ്യൂ പറയുന്നില്ലല്ലോ പരിപാടി. ഈ ഫൗണ്ടേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്, ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ. ഇതെന്ന് പറയുമ്പോൾ പൊടി ഈ ബോക്സിൽ നിന്നായതായിരിക്കും. ഇത് വാങ്ങിച്ചിട്ട് കുറച്ചായി. 220 ആണ് ഷെയ്ഡ്. മാറ്റ് പ്ലസ് 4less 16 hour ഓയിൽ കൺട്രോൾ, SPF 22. ഇതിൻ്റെ പ്രൈസ് 649 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 389 ആണ്. എപ്പോഴും എല്ലാ സൈറ്റിലും ഓഫേഴ്സിനും കാണും. സൂപ്പർ മാർക്കറ്റിലൊക്കെ പേര് ഫുൾ പ്രൈസും കൊടുക്കണം. ഞാൻ ഇതിന് ഉണപ്പിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 220 228 മാറി യൂസ് ചെയ്യുന്ന ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻസ് ആണ്. ടാൻ നല്ലയുള്ളപ്പോൾ 228, ടാൻ കുറവുള്ളപ്പോൾ 220. ടാൻ പൂർണ്ണമായിട്ട് മാറി എന്നെ ഞാൻ ജനിച്ചപ്പോഴായിരിക്കും. എൻ്റെ വീട്ടുകാർ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക് ആണ്. അഗൈൻ ലാക്ബിഡ് 925 പ്രൈമർ പ്ലസ് മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇൻറ്റൻസ് ലാക്റ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് 499 ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 250 ആണ്. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. കണ്ടിട്ട് ഒരു പ്രത്യേക ഒരു ടെക്സ്ചർ കേട്ടോ വരച്ചപ്പോഴത്തേന്. ഇതാണ് ഷെയ്ഡ്. ഇത് എനിക്ക് വാഷ് ഔട്ട് ആക്കുന്നത്, മറ്റതിൻ്റെ അത്ര വാഷ് ഔട്ട് ആക്കില്ല. എങ്കിലും ഒന്ന് ലിപ് ലൈനറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മറ്റേത് നമ്മൾ എന്നാലും ഇത് നമുക്ക് സെപ്പറേറ്റ് ഇടാൻ പറ്റും, പക്ഷെ അത് അല്ലാണ്ട് ഇടാനേ പറ്റില്ല. എപ്പോഴും ലിപ് ലൈനർ വേണം, അത്രയ്ക്ക് വാഷ് ഔട്ട് ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ പ്രോഡക്റ്റ് എനിക്ക് ഫ്രീ കിട്ടിയാണ്. ലോറിയൽ പാരിസിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് ഗ്ലോയിങ് ഡെയിലി ക്ലെൻസർ ഫോം എക്സ്ഫോളിയേറ്റ്സ് ആൻഡ് റിമൂവ്സ് ഡൾനെസ് ഫോർ ഈവൻ ഗ്ലോയിങ് സ്കിൻ. ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്. ഇതിൻ്റെ പ്രൈസ് 229 ആണ്. എനിക്ക് കംപ്ലീറ്റ്ലി ഫ്രീക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഈ ലോറിയലിൻ്റെ ഫൗണ്ടേഷൻ ഇല്ലാത്തണോ ഒന്നല്ലോ, മറ്റു ഇതല്ലേ വാങ്ങിച്ചുള്ളൂ, മറ്റേ ഇത് വാങ്ങിച്ചല്ലോ കോമ്പാക്ട് ഫൗണ്ടേഷൻ ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കളറാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ലോറിയലിൻ്റെ ഒരു ഫേസ് വാഷും സ്കിൻ കെയർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അതെന്ത് കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ എന്തോ ട്രൈ ചെയ്തിട്ടില്ല. ഇതൊരു കണക്കൂട്ടിൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് പിന്നെ പറയുന്നതാണ്.
അതെപ്പോഴും എല്ലാവരും പറയലുണ്ട്, നമ്മളൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഇൻഗ്രീഡിയൻ്റ് ഉള്ള സാധനം നമുക്ക് വർക്കാവുമോ എന്ന് അറിയാണ്ട് നമ്മൾ ഫേസ് വാഷ് തുടങ്ങിയാൽ മതിയെന്ന്. കാരണം അതിനകത്ത് എല്ലാം മൈൽഡായിരിക്കും. ഗ്ലൈക്കോളിക് ആസിഡ് ആയാലും വളരെ കുറഞ്ഞതായിരിക്കും കണ്ടന്റ്, അളവില്ല, ക്വാണ്ടിറ്റി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സ്കിൻ കെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ തന്നെ ഫേസ് വാഷ് ട്രൈ ചെയ്ത് നോക്കാം. ഫേസ് വാഷ് ട്രൈ ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്കിൻ കെയറിൽ ബാക്കി മോയ്സ്ചറൈസർ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോകാവുന്നതാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതെപ്പോൾ വാങ്ങിച്ചത്? ഇതുണ്ടല്ലോ, എനിക്ക് വെറുതെ ഫ്രീ കിട്ടിയാന്ന് തോന്നുന്നു. ഞാനിത് വാങ്ങിച്ചതിന് ലിസ്റ്റിലുള്ള ഫ്രീ കിട്ടിയതിൻ്റെ ലിസ്റ്റിൻ്റെ അകത്തും ഇല്ല. ഇപ്പോൾ ഫ്രീ കിട്ടിയത് അല്ലാതെ ഞാൻ ഇത് വാങ്ങിക്കാൻ ചാൻസ് ഇല്ല, കാരണം എൻ്റെ ഓൾറെഡി ഇരിക്കുന്നു ഈ സാധനം. ഇത് ബ്ലൂ ഹെവൻ്റെ ബ്രോ പെർഫെക്റ്റ് ബ്രോ എൻഹാൻസർ ആണ്. പെൻസിൽ ഇത് എൻ്റെ ഇല്ല, പെൻസിൽ പ്ലസ് കോമ്പില്ല. ഇതിൻ്റെ ഒരു നോർമൽ ഉള്ളത് ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കത് അത്ര അങ്ങ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഇത് വരയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് പിഗ്മെൻറ്റേഷൻ കുറവാണ്. അപ്പോൾ നമ്മൾ ആ പിഗ്മെൻറ്റേഷൻ കിട്ടാനായിട്ടുള്ളൊരു വര വരയ്ക്കത്തില്ലേ, ആ വര വരയ്ക്കുന്ന നേരത്തെ എനിക്ക് ഐബ്രോന്ന് കുറച്ച് ലാഷത്തില്ല മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നതായിട്ട്, ബ്രോ ഹെയർസ് ഇല്ലേ കുറച്ച് പൊഴിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എനിക്ക് വാങ്ങിക്കത്തില്ല എന്തോന്നായിരുന്നു, അതിൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഞാനത് വാങ്ങിച്ചിട്ടില്ല. ബട്ട് എനിക്ക് ഫ്രീ കിട്ടിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കോംബോ ഇതും ഉണ്ടെന്ന് കാണിക്കുന്നത്. മറ്റതുപോലെ അല്ല ഇത്, പക്ഷേ പിഗ്മെൻറ്റേഷൻ കണക്ക് തന്നെ. ഇതൊക്കെ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സുഖമില്ല, ഒടിഞ്ഞു. ഓക്കെ, ഇത്രയും അപ്പോൾ ഇത് എന്തായാലും ഇതും കാൽക്കാശം കൊള്ളത്തില്ല. കാരണം കണ്ടോ ഇതിൻ്റെ അകത്ത് വരുന്ന ഭയങ്കര പാടായിട്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഐബ്രോ എനിക്ക് ഫിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഹെയറിനുള്ള കളേഴ്സിന് മാച്ച് ചെയ്യുന്ന കളർ ഇവിടെ എന്തായാലും വേണം. അപ്പോൾ നമുക്ക് സാമാന്യം കളർ വേണം. അപ്പോൾ ആ പിഗ്മെൻറ്റേഷൻ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വരച്ച് വരുമ്പോഴത്തേക്കും പിരിക്കകത്ത് നിന്ന് ഇളകിയിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. പിന്നെ എൻ്റെ ബ്രഷ് യൂസ് ചെയ്യാൻ എന്തായാലും ഇങ്ങനെയൊക്കെ കോമ്പ് ചെയ്യാം. അല്ലാണ്ട് ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഐബ്രോയ്ക്ക് ഇത് സ്യൂട്ടബിൾ ആകില്ല, കളറും ചേരത്തില്ല. ആ കളർ കിട്ടാൻ വേണ്ടിയുള്ള എഫേർട്ട് വളരെ കഷ്ടപ്പെടണം. ഒരു ചോട്ടു ഇതെന്താ മെബ്ലിൻ്റെ, ഇത് ഫ്രീ കിട്ടിയാണ്. മെബ്ലിൻ്റെ ന്യൂയോർക്ക് സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് മിനി ലിപ്സ്റ്റിക് ഷെയ്ഡ് 17. ഇതിൻ്റെ മണ്ടയിൽ കവറൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ തുറക്കുന്ന. എളുപ്പമുണ്ട് തുറക്കാൻ. ഞാൻ വിചാരിച്ചു ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഇതിൽ ഗമ്മ് ഫുള്ള് ഞാൻ ഗമ്മായി ഫുൾ. അത് ഫുൾ ഇളക്കാതെ രീതിയിൽ ഇളക്കണമായിരുന്നു. ഒന്ന് പിടിക്കട്ടെ. ഷെയ്ഡ് ഇവിടെ വരയ്ക്കാം. ഷെയ്ഡ് കൊള്ളാം കേട്ടോ, പക്ഷേ ഷെയ്ഡ് കൊള്ളാം. ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡാണ്. എനിക്കിഷ്ടമായി ഷെയ്ഡ്. പക്ഷെ ഇതിനെ തിരിച്ചിങ്ങോട്ട് ഫിറ്റ് ചെയ്യണമല്ലേ അല്ലെങ്കിൽ ഗം കയ്യിലായിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഗം പോലത്തെ സാധനം കയ്യിലാകുന്ന ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഇവർ രണ്ടും എനിക്ക് ഫ്രീ കിട്ടിയാണ് കേട്ടോ. ഡോക്ടർ ഷെത്തിൻ്റെ വിറ്റാമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇത് 99 ആണ് കുഞ്ഞ്. അപ്പോൾ ഇത് ആദ്യം യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് ബാക്കി വലുത് എടുത്താൽ മതിയല്ലോ. പിന്നെ അത് കൺസിസ്റ്റൻസി എനിക്ക് ഇഷ്ടമായി. ഫേസിൽ ട്രൈ ചെയ്തിട്ടുള്ള എഫക്റ്റാണ് ഉദ്ദേശിച്ചത്. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ വിറ്റാമിൻ സി സൺസ്ക്രീൻ, സെറമൈഡാണ് വിറ്റാമിൻ സി സൺസ്ക്രീൻ ആണ്. SPF 50 ഉണ്ട്. ഇത് 149 ആണ്. അപ്പോൾ ഇതും ട്രൈ ചെയ്തിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഹോൾ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ.